മാള കെ കരുണാകരൻ സ്മാരക സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെയും മറ്റു ജീവനക്കാരുടെയും കടുത്ത ക്ഷാമം നിലനിൽക്കുന്നതായി ആശുപത്രി സൂപ്രണ്ടിന്റെ റിപ്പോർട്ട്. വിശദമായ റിപ്പോർട്ട് ആരോഗ്യ വകുപ്പിന് സമർപ്പിച്ചു. തൃശൂർ ജില്ലാ കോൺഗ്രസിൽ വീണ്ടും ഗ്രൂപ്പ് പോര് രൂക്ഷമായി. ഒല്ലൂർ മണ്ഡലത്തിലെ മുൻ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ടത്തിനെതിരെ ഒരു വിഭാഗം നേതാക്കൾ KPCC നേതൃത്വത്തിന് പരാതി നൽകി. ചാലക്കുടി നോർത്ത് ബസ് സ്റ്റാൻഡ് അനധികൃത വാഹന പാർക്കിംഗ് കേന്ദ്രമായതായി പരാതി. സ്വകാര്യ ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാത്തതോടെ ടാങ്കർ ലോറികളടക്കമുള്ള വാഹനങ്ങളുടെ പാർക്കിംഗും സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. മാള കെ കരുണാകരൻ സ്മാരക സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെയും മറ്റു ജീവനക്കാരുടെയും കടുത്ത ക്ഷാമം നിലനിൽക്കുന്നതായി ആശുപത്രി സൂപ്രണ്ട്. ആശുപത്രിയുടെ പ്രവർത്തനക്ഷമതയും അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടുത്താൻ അടിയന്തര നടപടി വേണമെന്നാവശ്യപ്പെട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർ മുഖേന ആരോഗ്യ വകുപ്പിന് വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചു. റിപ്പോർട്ട് തയ്യാറാക്കിയത് ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന്. മാള കെ കരുണാകരൻ സ്മാരക സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തിയാണ് ആശുപത്രി സൂപ്രണ്ട് റിപ്പോർട്ട് തയ്യാറാക്കി ജില്ലാ മെഡിക്കൽ ഓഫീസർ മുഖേന ആരോഗ്യവകുപ്പിന് സമർപ്പിച്ചത്. പൊതുപ്രവർത്തകൻ ഷാൻഡി ജോസഫ് തട്ടകത്ത് ഹൈക്കോടതിയിൽ സമർപ്പിച്ച പൊതു താൽപര്യ ഹർജിയിൽ കോടതി നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. 1911 സർക്കാർ ഡിസ്പെൻസറിയായി പ്രവർത്തനം ആരംഭിച്ച മാള ആശുപത്രി ഇന്ന് മാള, അന്നമനട, കുഴു, പൊയ്യ, ആളൂർ പഞ്ചായത്തുകളിലെയും എറണാകുളം ജില്ലയിലെ അതിർത്തി പ്രദേശങ്ങളിലെയും ആയിരക്കണക്കിന് ആളുകളുടെ പ്രധാന സർക്കാർ ചികിത്സാ കേന്ദ്രമാണ്. റിപ്പോർട്ടനുസരിച്ച് നിലവിൽ ആശുപത്രിയിൽ 66 കിടക്കകൾ ഉള്ള ഇൻപേഷ്യന്റ് വിഭാഗവും പ്രതിദിനം 450 മുതൽ 500 വരെ രോഗികൾ എത്തുന്ന ഔട്ട്പേഷ്യന്റ് വിഭാഗവും പ്രവർത്തിക്കുന്നുണ്ട്. 2018 മുതൽ ഡയാലിസിസ് യൂണിറ്റും പ്രവർത്തിക്കുന്നു. പ്രതിദിനം 3 ഷിഫ്റ്റുകളിലായി 14 ഡയാലിസിസ്, ഫിസിയോതെറാപ്പി, ബ്ലോക്ക് ഫാമിലി ഹെൽത്ത് സെന്റർ സേവനങ്ങൾ, പോസ്റ്റ്മോർട്ടം, ആശ്വാസ് ക്ലിനിക്കുകൾ തുടങ്ങി വിവിധ ചികിത്സാ സേവനങ്ങളും ആശുപത്രി നൽകുന്നുണ്ട്. എന്നാൽ വർദ്ധിച്ചുവരുന്ന രോഗികളുടെ എണ്ണത്തിന് അനുസൃതമായ ഡോക്ടർമാരും ജീവനക്കാരും ആശുപത്രിയിൽ ഇല്ലെന്നാണ് റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തൽ. നിലവിൽ ഒരു സിവിൽ സർജൻ, 2 അസിസ്റ്റന്റ് സർജന്മാർ, ഒരു ഡെന്റൽ അസിസ്റ്റന്റ് സർജൻ എന്നിവരെ മാത്രമാണ് സർക്കാർ നിയമിച്ചിട്ടുള്ളത്. ഫിസിഷ്യൻ, പീഡിയാട്രിഷ്യൻ ഉൾപ്പെടെയുള്ള സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ തസ്തികകൾ ആശുപത്രിയിൽ ഇല്ലെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ആശുപത്രിയുടെ സുഗമമായ പ്രവർത്തനത്തിനായി ഒരു സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ, ഒരു ജൂനിയർ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ, 2 അസിസ്റ്റന്റ് സർജന്മാർ എന്നിവരുടെ പുതിയ തസ്തികകൾ സൃഷ്ടിക്കണമെന്നും ആവശ്യമായ സ്റ്റാഫ് നഴ്സുമാരെയും മറ്റ് ജീവനക്കാരെയും നിയമിക്കണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. നിലവിലെ OP ബ്ലോക്കിന് മുകളിൽ പുതിയ നില നിർമ്മിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക, 24 മണിക്കൂർ ചികിത്സാ സേവനങ്ങളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള സേവനങ്ങളും കൂടുതൽ കാര്യക്ഷമമാക്കാൻ ആവശ്യമായ മനുഷ്യ വിഭവശേഷി ഉറപ്പാക്കുക, രോഗികളുടെ വർദ്ധിച്ചു വരുന്ന തിരക്ക് കണക്കിലെടുത്ത് IP, OP വിഭാഗങ്ങൾ വിപുലീകരിക്കുക എന്നീ നിർദ്ദേശങ്ങളും റിപ്പോർട്ടിലുണ്ട്. അസിസ്റ്റന്റ് സർജന്മാർ, സ്റ്റാഫ് നഴ്സുമാർ, ലാബ്, ഫാർമസി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ശുചീകരണ വിഭാഗങ്ങൾ എന്നിവിടങ്ങളിലെ ഒഴിവുകൾ അടിയന്തരമായി നികത്തണമെന്നും റിപ്പോർട്ടിൽ പ്രത്യേകം ആവശ്യപ്പെടുന്നു. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് റിപ്പോർട്ട് ആരോഗ്യവകുപ്പിന് കൈമാറിയിരിക്കുന്നത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ അടിയന്തര നടപടി സ്വീകരിച്ച് ആശുപത്രിയിലെ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ക്ഷാമം പരിഹരിക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ആശുപത്രി അധികൃതരും പ്രദേശവാസികളും. മീഡിയ ടൈം, മാള. തൃശൂർ ജില്ലാ കോൺഗ്രസിൽ വീണ്ടും ഗ്രൂപ്പ് പോര് രൂക്ഷമായി. ഒല്ലൂർ മണ്ഡലത്തിലെ മുൻ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ടത്തിനെതിരെ ഒരു വിഭാഗം നേതാക്കൾ KPCC നേതൃത്വത്തിന് പരാതി നൽകിയതോടെ പാർട്ടിയിലെ ആഭ്യന്തര ഭിന്നത വീണ്ടും പരസ്യമായി. സംഘടന ശക്തിപ്പെടുത്താനുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രമങ്ങൾക്കിടെയാണ് തൃശൂർ ജില്ലാ കോൺഗ്രസിന്റെ ആഭ്യന്തര ഭിന്നത വീണ്ടും പരസ്യമായത്. ഒല്ലൂർ മണ്ഡലത്തിൽ തുടർന്നും സജീവമായി പ്രവർത്തിക്കുന്ന മുൻ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ടത്തിന്റെ പ്രവർത്തനങ്ങൾ സംഘടനാ അച്ചടക്കത്തിന് വിരുദ്ധമാണെന്നും ഗ്രൂപ്പിസത്തിന് വഴിവെക്കുന്നതാണെന്നും ആരോപിച്ച് DCC ഭാരവാഹികളും 2 ബ്ലോക്ക് പ്രസിഡന്റുമാരും ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം നേതാക്കൾ KPCC നേതൃത്വത്തിന് രേഖാമൂലം പരാതി നൽകി. വ്യക്തിപരമായ പരാമർശങ്ങളും പരാതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. എന്നാൽ പരാതിയിൽ ഒപ്പുവെച്ച ചില നേതാക്കൾ അതിന്റെ പൂർണ്ണ ഉള്ളടക്കം അറിയാതെയാണ് സംഘടനാപരമായ ആവശ്യങ്ങൾക്കായി ഒപ്പിട്ടതെന്നാണ് പ്രതികരിച്ചത്. കഴിഞ്ഞ 10 വർഷമായി ഒല്ലൂർ മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഷാജി ജെ കോടങ്കണ്ടത്തിനെതിരെ ഉയർന്നിരിക്കുന്ന പരാതി
ചിലരുടെ ഗ്രൂപ്പ് താൽപര്യങ്ങളുടെ ഭാഗമാണെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ ആരോപണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ആരംഭിച്ച ആഭ്യന്തര ഭിന്നത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും തുടരുകയാണെന്നാണ് പാർട്ടി വൃത്തങ്ങൾ വിലയിരുത്തുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മറ്റു ജില്ലകളിൽ കോൺഗ്രസ് മുന്നേറ്റം നടത്തിയപ്പോൾ തൃശൂരിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്നും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ DCC നേതൃത്വത്തിന് ഗുരുതര വീഴ്ച സംഭവിച്ചെന്നും ഷാജി ജെ കോടങ്കണ്ടത്ത് നേരത്തെ വിമർശിച്ചിരുന്നു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റിനെ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് KPCC പ്രസിഡന്റിന് പരാതിയും നൽകിയിരുന്നു. സമാന ആവശ്യങ്ങളുമായി മറ്റു നേതാക്കളും രംഗത്തെത്തിയിരുന്നു. അടുത്തിടെ മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് നിയമനവുമായി ബന്ധപ്പെട്ട് DCC ഓഫീസിൽ പ്രതിഷേധമുണ്ടായതും പ്രസിഡന്റിന്റെ കോലം കത്തിക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തതും പാർട്ടിയിലെ ഭിന്നത കൂടുതൽ പ്രകടമാക്കിയിരുന്നു. മന്ത്രി OJ ജനീഷിനെ DCC നേതൃത്വം അവഗണിക്കുന്നുവെന്ന ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് നേതൃത്വവും രംഗത്തെത്തിയിരുന്നു. ഷാജി ജെ കോടങ്കണ്ടത്തിനെതിരായ പരാതിയിൽ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റികളിൽ ചർച്ച നടത്താതെ MLA ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചത്, 1000-ഓളം പേരെ പങ്കെടുപ്പിച്ച് വിരുന്നൊരുക്കിയത്, ഒല്ലൂരിൽ ക്യാമ്പ് നടത്തി ഭാരവാഹികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചത്, പാർട്ടി നേതൃത്വത്തെ അറിയിക്കാതെ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തിയത്, അനുമതിയില്ലാതെ നോട്ടീസുകളിൽ നേതാക്കളുടെ പേരുകൾ ഉൾപ്പെടുത്തിയതടക്കമുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഷാജി ജെ കോടങ്കണ്ടത്ത് പ്രതികരിച്ചു. പരാതിയിൽ ഒപ്പുവെച്ച പല നേതാക്കളും താൻ സംഘടിപ്പിച്ച പരിപാടികളിൽ പങ്കെടുത്ത് ഭക്ഷണം കഴിച്ചവരാണെന്നും ഗ്രൂപ്പിസത്തിന്റെ പേരിൽ തെറ്റായ പ്രചാരണം നടത്തുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന NGOയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും മറ്റ് സഹായങ്ങളും വിതരണം ചെയ്തതാണെന്നും DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്റെ പേര് പരിഗണിക്കുന്നുവെന്ന വാർത്തകളാണ് ഇത്തരം പരാതികൾക്ക് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു. DCC പ്രസിഡന്റ് പദവിയിൽ തനിക്ക് താൽപ്പര്യമില്ലെന്നും ഷാജി ജെ കോടങ്കണ്ടത്ത് വ്യക്തമാക്കി. മീഡിയ ടൈം, തൃശൂർ. ഗുരുവായൂർ ക്ഷേത്രനടയിലെ വൈജയന്തി കെട്ടിടത്തിൽ തീപിടുത്തം. ദേവസ്വം ആരോഗ്യ വിഭാഗത്തിന്റെ സ്റ്റോർ റൂമിലുണ്ടായ തീപിടുത്തം ഫയർഫോഴ്സ് അരമണിക്കൂറിനുള്ളിൽ നിയന്ത്രണ വിധേയമാക്കി. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനം. ഇന്ന് രാവിലെ 9:30-ഓടെയാണ് ഗുരുവായൂർ ക്ഷേത്രനടയിലെ വൈജയന്തി കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായത്. കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ദേവസ്വം ആരോഗ്യ വിഭാഗത്തിന്റെ സ്റ്റോർ റൂമിൽ നിന്നാണ് വലിയ തോതിൽ പുക ഉയരുന്നത് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ വിവരം ഫയർഫോഴ്സിനെ അറിയിക്കുകയായിരുന്നു. സ്റ്റേഷൻ ഓഫീസർ SD സജിത് ലാലിന്റെ നേതൃത്വത്തിലെത്തിയ അഗ്നിരക്ഷാസേന അരമണിക്കൂറിനുള്ളിൽ തീ പൂർണ്ണമായും അണച്ചു. തീപിടുത്തത്തിൽ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന ബ്ലീച്ചിംഗ് പൗഡർ, സോപ്പ് പൊടി ഉൾപ്പെടെയുള്ള ശുചീകരണ സാമഗ്രികൾ, ദേവസ്വം പ്രസിദ്ധീകരണങ്ങൾ, മരത്തിന്റെ മേശ എന്നിവ പൂർണ്ണമായും കത്തിനശിച്ചു. സംഭവത്തിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക നിഗമനം. കൂടുതൽ പരിശോധനകൾ തുടരുകയാണ്. മീഡിയ ടൈം, ഗുരുവായൂർ. അഴീക്കോട് മുനയ്ക്കൽ ബീച്ചിൽ കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച നടപ്പാതയും സംരക്ഷണ മതിലും നിയമവിരുദ്ധമായി പൊളിച്ചുമാറ്റിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് എറിയാട് പഞ്ചായത്ത് യോഗത്തിൽ UDF പ്രതിഷേധം. അടിയന്തര പ്രമേയം പരിഗണിക്കാത്തതിനെ തുടർന്ന് UDF അംഗങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. പ്രതിഷേധ പ്രകടനവും നടത്തി. എറിയാട് ഗ്രാമപഞ്ചായത്ത് യോഗത്തിലാണ് പ്രതിഷേധം അരങ്ങേറിയത്. അഴീക്കോട് മുനയ്ക്കൽ ബീച്ചിൽ കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച നടപ്പാതയും സംരക്ഷണ മതിലും നിയമവിരുദ്ധമായി പൊളിച്ചുമാറ്റിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് UDF അംഗങ്ങൾ അവതരിപ്പിച്ച അടിയന്തര പ്രമേയം ഭരണസമിതി പരിഗണിച്ചില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. എറിയാട് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന അപകടകരമായ രാസമാലിന്യം തള്ളിയിട്ട സംഭവത്തിലും LDF ഭരണസമിതി ഉദാസീന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് UDF ആരോപിച്ചു. രാസമാലിന്യം ഉടൻ നീക്കം ചെയ്യാനോ അത് കൊണ്ടുവന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കാനോ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും പ്രതിപക്ഷം വിമർശിച്ചു. ഇതിൽ പ്രതിഷേധിച്ച UDF അംഗങ്ങളായ PK മുഹമ്മദ്, PS മുജീബ് റഹ്മാൻ, KM സാദത്ത്, KT സജീവൻ, CD വിജയൻ, സുഹറ മുഹമ്മദ്, അസ്മ അബ്ദുൽ ജബ്ബാർ എന്നിവർ പഞ്ചായത്ത് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. തുടർന്ന് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് UDF നേതാക്കളായ PA മുഹമ്മദ് സഗീർ, ബഷീർ കൊണ്ടാമ്പുള്ളി, PK ചന്ദ്രബാബു, PM ലിയാഖത്ത്, NM ഫൈസൽ, TK അബൂബക്കർ, AK അബ്ദുൽ അസീസ്, PA മുഹമ്മദ് അലി, KA സിദ്ദിഖ്, ഷെമീന സുഹൈൽ, PS ഷുഹൈബ്, റഷീദ്, PK ഹരിദാസൻ, TS ഹൃദിക്, അബ്ദുൽ ജബ്ബാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ചാലക്കുടി നോർത്ത് ബസ് സ്റ്റാൻഡ് അനധികൃത വാഹന പാർക്കിംഗ് കേന്ദ്രമായതായി പരാതി. സ്വകാര്യ ബസ്സുകൾ ഇപ്പോഴും സ്റ്റാൻഡിൽ കയറാത്തതോടെ ടാങ്കർ ലോറികൾ അടക്കമുള്ള വാഹനങ്ങളുടെ പാർക്കിങ്ങും സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും വർദ്ധിച്ചതായി വ്യാപാരികളും നാട്ടുകാരും ആരോപിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഉദ്ഘാടനം ചെയ്ത ചാലക്കുടി നോർത്ത് ബസ് സ്റ്റാൻഡ് ഇന്നും പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമായിട്ടില്ല. നോർത്ത് ജംഗ്ഷന്റെ വികസന പദ്ധതിയുടെ ഭാഗമായാണ് ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചത്. അതിരപ്പള്ളി, പരിയാരം തുടങ്ങിയ മലയോര മേഖലകളിലേക്കുള്ള ബസ്സുകളും ഇരിങ്ങാലക്കുട ഭാഗത്തേക്കുള്ള സർവീസുകളും
നോർത്ത് സ്റ്റാൻഡിലൂടെ ക്രമീകരിക്കാനായിരുന്നു പദ്ധതി. എന്നാൽ ഇതുവരെ സ്വകാര്യ ബസ്സുകൾ സ്റ്റാൻഡിൽ കയറുന്നില്ലെന്നാണ് പരാതി. സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാനും പുറത്തേക്ക് പോകാനുമുള്ള സൗകര്യങ്ങൾ അപര്യാപ്തമാണെന്ന് ബസ് ഉടമകൾ ചൂണ്ടിക്കാട്ടുന്നു. ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് ബസ് സ്റ്റാൻഡ് പ്രവർത്തനക്ഷമമാക്കാൻ നഗരസഭയും ബന്ധപ്പെട്ട വകുപ്പുകളും നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ബസ്സുകൾ എത്താതായതോടെ സ്റ്റാൻഡ് അനധികൃത വാഹന പാർക്കിംഗ് കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ടാങ്കർ ലോറികൾ അടക്കമുള്ള വലിയ വാഹനങ്ങൾ സ്ഥിരമായി ഇവിടെ പാർക്ക് ചെയ്യുന്നത് പതിവായിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ ബസ് സ്റ്റാൻഡും പരിസരവും സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുന്നതായും നാട്ടുകാർ പറയുന്നു. ബസ് സ്റ്റാൻഡ് സജീവമാകുമെന്ന പ്രതീക്ഷയിൽ കെട്ടിടത്തിലെ മുറികൾ വാടകയ്ക്കെടുത്ത വ്യാപാരികളും പ്രതിസന്ധിയിലായി. ബസ് സർവീസുകൾ ആരംഭിക്കാത്തതിനാൽ വ്യാപാരം നഷ്ടത്തിലാണെന്നും അവർ പരാതിപ്പെടുന്നു. നോർത്ത് ബസ് സ്റ്റാൻഡ് എത്രയും വേഗം പ്രവർത്തനക്ഷമമാക്കുകയും അനധികൃത പാർക്കിങ്ങും സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും അവസാനിപ്പിക്കാൻ കർശന നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ആവശ്യം. മീഡിയ ടൈം, ചാലക്കുടി. ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ റോഡിൽ അപകട ഭീഷണി ഉയർത്തിയിരുന്ന കാലപ്പഴക്കം ചെന്ന മരങ്ങൾ മുറിച്ചുമാറ്റുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നിരവധി പരാതികളെ തുടർന്നാണ് നടപടി. മഴയുടെ ശക്തി കുറഞ്ഞതോടെയാണ് മരങ്ങൾ മുറിച്ചു നീക്കാൻ തുടങ്ങിയത്. ചാലക്കുടി നഗരസഭ ഓഫീസ് മുതൽ കാർമൽ സ്കൂൾ വരെയുള്ള റെയിൽവേ സ്റ്റേഷൻ റോഡിന്റെ ഇരുവശങ്ങളിലും നിൽക്കുന്ന അപകടാവസ്ഥയിലായ മരങ്ങളാണ് മുറിച്ചു മാറ്റുന്നത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഭീഷണിയായ മരങ്ങളാണ് നീക്കം ചെയ്യുന്നത്. നഗരസഭാ ഓഫീസ്, ഗവൺമെന്റ് ഹൈസ്കൂൾ, കലാഭവൻ മണി പാർക്ക്, ഗവൺമെന്റ് ITI, പൊതുമരാമത്ത് വകുപ്പിന്റെ മെക്കാനിക്കൽ വിഭാഗം തുടങ്ങി വിവിധ സർക്കാർ സ്ഥാപനങ്ങളുടെ വളപ്പിലുള്ള കാലപ്പഴക്കം ചെന്ന മരങ്ങളാണ് മുറിക്കുന്നത്. മഴക്കാലത്ത് ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങൾ ഒടിഞ്ഞു വീണ് അപകടം ഉണ്ടാകുമെന്ന ആശങ്ക ചൂണ്ടിക്കാട്ടി നാട്ടുകാരും യാത്രക്കാരും നിരവധി തവണ പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് ബന്ധപ്പെട്ട അധികൃതർ നടപടി വേഗത്തിലാക്കിയത്. മഴയ്ക്ക് ശമനമായ സാഹചര്യത്തിലാണ് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി അപകട ഭീഷണി ഉയർത്തിയിരുന്ന മരങ്ങൾ മുറിച്ചുമാറ്റുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. റോഡിലൂടെ യാത്ര ചെയ്യുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് നടപടിയെന്ന് അധികൃതർ അറിയിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ചാലക്കുടി ആനമല ജംഗ്ഷനിൽ നിന്നുള്ള ട്രാംവേ റോഡിന്റെ പ്രവേശന ഭാഗം തകർന്നു. റോഡിന്റെ പകുതി ഭാഗം ഗതാഗത യോഗ്യമല്ലാതായി മാറി. റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ടതോടെ ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു. സ്ത്രീകളും വിദ്യാർത്ഥികളും അടക്കം നിരവധി യാത്രക്കാരാണ് ഇതുവഴി പോകുന്നത്. റോഡിന്റെ അപാകതകൾ പരിഹരിച്ച് റോഡ് സഞ്ചാര യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പുത്തൻചിറ മർച്ചന്റ് അസോസിയേഷൻ യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷിന് സ്വീകരണം നൽകുന്നു. ചടങ്ങിൽ തൃശൂർ ജില്ലയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി 100 കോടി രൂപയുടെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരെ ആദരിക്കും. മാണിയങ്കാവ് പാലസ് ഓഡിറ്റോറിയത്തിൽ ജൂലൈ 19 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് നടക്കുന്ന സ്വീകരണ സമ്മേളനം മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. പരിപാടിയുടെ ഭാഗമായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ്, ജീവിതശൈലി രോഗത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് എന്നിവയും ഉണ്ടായിരിക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികളായ VK ദേവരാജൻ, AS ബാവുട്ടി, CJ ജിനേഷ്, KR ജുവൽരാജ് എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഞങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്തിരുന്നത് 10ാം ക്ലാസ് ഫുൾ A+ വാങ്ങുന്ന വിദ്യാർത്ഥികളെയാണ് ഞങ്ങൾ ആദരിച്ചു പോന്നിരുന്നത്. ആ സ്കൂളുകളിലെ 2 സ്കൂളുകളുണ്ടായിരുന്നു. 2 സ്കൂളുകളിലെ പ്രഗത്ഭരായ കുട്ടികളെയൊക്കെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാറ്. പക്ഷേ ഈ കാലഘട്ടത്തിലെത്തിയപ്പോൾ എല്ലാ സംഘടനകളും വാർഡ് തലത്തിൽ വരെ അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ SSLC അവാർഡുകളല്ല ഇപ്പോൾ 2-3 വർഷമായിട്ട് ഞങ്ങൾ തുടർന്നു വരുന്നത്. ഞങ്ങളിപ്പോൾ ഏകദേശം 10 സ്കൂളുകളാണ് പുത്തൻചിറ പഞ്ചായത്തിലുള്ളത്. ആ 10 സ്കൂളുകളിലെയും ഏറ്റവും പ്രഗത്ഭരായ പാഠ്യേതര വിഷയങ്ങളിൽ നിപുണരായ വിദ്യാർത്ഥികൾ അതാത് സ്കൂളുകൾ സെലക്ട് ചെയ്ത് ഞങ്ങൾ അവരുടെ അഡ്രസ്സ് തന്ന് അവർക്കാണ് ഞങ്ങൾ പ്രതിഭാ പുരസ്കാരം ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കൊടുങ്ങല്ലൂർ നഗരസഭ നമസ്തേ ദിനം ആഘോഷിച്ചു. ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രതീഷ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഗ്രീൻ വാരിയേഴ്സിനുള്ള ആയുഷ്മാൻ കാർഡ് വിതരണവും വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങളുടെ വിതരണവും മാലിന്യമുക്തം രോഗമുക്തം എന്നതിന്റെ ലോഗോ പ്രകാശനവും നടത്തി. നഗരസഭാ കൗൺസിലർമാർ, ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് ദേശീയതല ഓൺലൈൻ വെബ്കാസ്റ്റ് പ്രദർശനവും നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാള K കരുണാകരൻ സ്മാരക സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെയും മറ്റു ജീവനക്കാരുടെയും കടുത്ത ക്ഷാമം നിലനിൽക്കുന്നതായി ആശുപത്രി സൂപ്രണ്ടിന്റെ റിപ്പോർട്ട്. വിശദമായ റിപ്പോർട്ട് ആരോഗ്യ വകുപ്പിന് സമർപ്പിച്ചു.
തൃശൂർ ജില്ലാ കോൺഗ്രസിൽ വീണ്ടും ഗ്രൂപ്പ് പോര് രൂക്ഷമായി. ഒല്ലൂർ മണ്ഡലത്തിലെ മുൻ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ടത്തിനെതിരെ ഒരു വിഭാഗം നേതാക്കൾ KPCC നേതൃത്വത്തിന് പരാതി നൽകി. ചാലക്കുടി നോർത്ത് ബസ് സ്റ്റാൻഡ് അനധികൃത വാഹന പാർക്കിംഗ് കേന്ദ്രമായതായി പരാതി. സ്വകാര്യ ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാത്തതോടെ ടാങ്കർ ലോറികളടക്കമുള്ള വാഹനങ്ങളുടെ പാർക്കിങ്ങും സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.